7:8 ഭാഷ 9 ഭൂപരിഷ്കരണം. കിട്ടുന്നുണ്ടോ? 10 കൂറ് മാറ്റം, 11 പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റി. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ നിങ്ങളെ? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഭരണഘടനയുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നമ്മൾ 7 ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക്. ഇന്ന് 8ാമത്തെ ക്ലാസ് ആണ്. ഒരു ഓർഡറിൽ നിങ്ങൾ ഓരോ പ്ലേലിസ്റ്റുകൾ എടുത്തിട്ട് പഠിച്ചു പോവുക. വരാൻ പോകുന്ന 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് പോയിന്റുകൾ നമ്മുടെ ക്ലാസ്സിനകത്ത് ഉണ്ടാവും. LGS പോലുള്ള പരീക്ഷകൾക്ക് വേണ്ട കാര്യങ്ങൾ ക്ലാസ്സിനിടയിൽ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ പഠിക്കേണ്ടാത്ത കാര്യങ്ങൾ എടുത്തു പറയും, അത് നിങ്ങൾ ഒഴിവാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ ലഭിക്കും. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. യെസ്, നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് തൊട്ട് മുമ്പിൽ നമ്മൾ പഠിച്ച ആമുഖം, നിങ്ങൾ ആമുഖത്തെ കുറിച്ച്, ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, പ്രസ്താവനയാണ്. നിങ്ങൾ സ്ക്രീൻ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസറിലേക്ക് എത്തുക. ഇന്ന് 3 ചോദ്യങ്ങളാണുള്ളത്. തുടക്കത്തിൽ 2 ചോദ്യങ്ങളും ക്ലാസ്സിന് ശേഷം ഒരു ചോദ്യവും. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ കീ നോട്ട് എന്ന് പരാമർശിച്ചത് ആരാണ്? 2 ചോദ്യങ്ങൾ നിങ്ങൾ അവിടെ ആൻസർ ചെയ്തു വെക്കുക. അവസാനം നിങ്ങൾ കമന്റ് ചെയ്താൽ മതിയേ. ഓക്കെ, നമ്മൾ ഇന്ന് ഭരണഘടനയ്ക്കകത്തുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടനയുടെ ചരിത്രം നമ്മൾ പഠിച്ചു. അതിനുശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആ ഭരണഘടന രൂപീകരിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ശേഷം പ്രിയാമ്പിൾ, ഭരണഘടനയ്ക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആമുഖത്തെ കുറിച്ചും പഠിച്ചു. ഇനി ഈ ഭരണഘടനയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്തെല്ലാമാണ് നമ്മുടെ ഭരണഘടനയ്ക്കകത്തുള്ളത്? നമുക്കറിയാം, 1950 ജനുവരി മാസം 26-ാം തീയതി ഭരണഘടന നിലവിൽ വന്നു അല്ലെ? ആ സമയത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് കൃത്യമായിട്ട് പഠിക്കണം, 22 ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര ഭാഗങ്ങളായിരുന്നു? 22 ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അഥവാ പാർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭാഗങ്ങൾക്കകത്ത് എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലായിട്ട് നമ്മള് വകുപ്പുകളുണ്ട്. ഓക്കെ, അനുച്ഛേദം എന്ന് നമ്മൾ പഠിക്കാറില്ലേ? വകുപ്പ്, ആർട്ടിക്കിൾ അല്ലേ? അത്തരത്തില് 395 വകുപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു ബേസിക് കാര്യമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് LGS പരീക്ഷയ്ക്ക് അടക്കം നമുക്ക് 5 മാർക്കിന് അവിടെ ഉണ്ട്. അത് അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയാൻ നിങ്ങൾ 1-2 വാക്കിൽ ഒതുക്കരുത്. വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഏത് രൂപത്തിലും PSC ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 395 വകുപ്പുകളായിരുന്നു, 22 ഭാഗങ്ങൾ അഥവാ പാർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് ഷെഡ്യൂളുകൾ അഥവാ പട്ടികകൾ. നോക്കൂ, 8 പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. നിലവിൽ ഇന്ന് ഭാഗങ്ങൾ 25 എണ്ണമുണ്ട്, പട്ടികകൾ 12 എണ്ണമുണ്ട്, വകുപ്പുകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ 6 മാസം കഴിയുന്തോറും അത് എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്കതെല്ലാം വിശദമായിട്ട് പഠിക്കണം. ഒരു LGS LDC ലെവലില്, അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൽ ഇതിന്റെയൊക്കെ വ്യത്യാസം ഈ കാര്യങ്ങൾ പഠിക്കുന്നതിലുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കുന്നത് ഭാഗം 1 അപ്പൊ നമ്മൾ പറഞ്ഞു 25 ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ 1ാമത്തെ ഭാഗം നമ്മൾ ഇത് പഠിക്കുകയാണ്. 8 ഷെഡ്യൂളുകളായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ 12 ഷെഡ്യൂളുകൾ ഉണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 12 ഷെഡ്യൂളുകൾ പാട്ടുപാടി പഠിക്കുകയാണ്. നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഭാഗം 1, യൂണിയനും അതിന്റെ ഭൂപ്രദേശവും. കൃത്യമായിട്ട് പഠിച്ചു പോണേ. ഭാഗം 1, ഭരണഘടനയിലെ ഭാഗം 1-നകത്ത് എന്താണ് പരാമർശിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭൂപ്രദേശത്തെ കുറിച്ച്, അല്ലെങ്കിൽ യൂണിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എവിടെയാണ് വരുന്നത്? 1ാമത്തെ ഭാഗത്തിലാണ്. ആ ഭാഗത്തിനുള്ളിലായിട്ട് ആർട്ടിക്കിളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2, അങ്ങനെ എഴുതിയ ആർട്ടിക്കിളുകൾ 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഈ ഭാഗത്തിനുള്ളിൽ വരുന്നത്. അപ്പൊ ഭാഗം 1-ൽ വരുന്നത് ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 4 വരെയാണ്. നമ്മളെല്ലാം നോക്കുകയാണ്. ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം 1 എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ എഴുതിയത്. നിങ്ങൾ എല്ലാവരും പഠിക്കണേ. യൂണിയന്റെ പേര്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയാണ്, തുടങ്ങുകയാണ്. വകുപ്പ് 1 എന്ത് പറയുന്നു? യൂണിയന്റെ പേര് എന്തെന്നും അതിന്റെ ഭൂപ്രദേശങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമാക്കുന്നു. നോക്കൂ, യൂണിയന്റെ പേരെന്താണെന്ന് പറയുന്നു, ആ ഭൂപ്രദേശങ്ങളെ കുറിച്ചൊന്ന് വിവരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 1-ലാണ്, അനുച്ഛേദം 1-ലാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, ഭാരതം ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പ്രതിപാദിക്കുന്നു. ഇതാ ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ഭാരതം ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്.
ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. മുമ്പ് ചോദിച്ചിട്ടുണ്ട് PSC. അപ്പൊ ഭാരതം ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് ഏതാണ്? സ്റ്റാർ ഇട്ട് വെക്കുന്നോ? വകുപ്പ് 1 ഒരു മാർക്ക് അവിടെ കിട്ടണേ. ഭാരതത്തിന്റെ ഭൂപ്രദേശം, ആ ഭൂപ്രദേശം എന്ന് പറയുമ്പം അത് ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ എന്ന് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നത് ഈ ആർട്ടിക്കിളിലല്ല, അത് മറ്റൊരു സ്ഥലത്താണ്, അത് പട്ടികയിലാണ്. നമ്മൾ ഇന്ന് പട്ടികയും പഠിക്കും. പട്ടിക 1 എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ. ആ പട്ടിക 1-നകത്തെ നോക്കൂ, സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും യൂണിയൻ പ്രദേശങ്ങളും നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടല്ലോ, അവ ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള ഭൂപ്രദേശങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുന്നത് കാര്യങ്ങളൊക്കെ എവിടെ പറയുന്നുണ്ട്? നമ്മുടെ പട്ടിക 1-ൽ പറയുന്നുണ്ട്. അപ്പൊ ഭാരതത്തിന്റെ ഭൂപ്രദേശം 1-ാം പട്ടികയിൽ പ്രസ്താവിച്ച പ്രകാരമാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ 1-ാമത്തെ പട്ടിക നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പട്ടിക 1-ൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഭാരതത്തിന്റെ ഭൂപ്രദേശം എന്ന് എവിടെ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 1-ൽ പറയുന്നുണ്ട്. നോക്കൂ, ആർട്ടിക്കിൾ 2 പെട്ടെന്ന് പഠിച്ചു പോണേ. നിയമം മൂലം പുതിയ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതിനോ, ശ്രദ്ധിക്കോ, പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ പ്രവേശിപ്പിക്കുന്നതിനോ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കും. അവിടെ ശ്രദ്ധിക്കണം, കാരണം ആർട്ടിക്കിൾ 2-ഉം ആർട്ടിക്കിൾ 3-ഉം പലപ്പോഴും മാറാറുണ്ട്. കൂട്ടുകാരെ, 2 എന്ന് പറഞ്ഞാൽ 2 നോക്കൂ. ആദ്യം നമ്മൾ പരിഗണന കൊടുക്കുന്നത് 2-ൽ കൊടുക്കുന്നത് എന്താണ്? പുറത്തു നിന്നൊരു ഭൂപ്രദേശം നമ്മൾ സ്വന്തമാക്കുന്ന കാര്യത്തെക്കുറിച്ച്. അവിടെ അത് കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കുക നിങ്ങൾ. നമ്മുടെ ഗോവ സംസ്ഥാനം അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇന്ത്യയുടെ മാപ്പിനകത്ത് നമ്മൾ ഉള്ളിലല്ലേ വരുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ആ ഗോവയില് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു അല്ലെ. അപ്പൊ പോർച്ചുഗീസുകാരോട് ഇവിടെ നിന്ന് തുരത്തിക്കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഗോവൻ പ്രദേശം നമ്മുടെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത്. ആ ഒരു ചിന്ത നിങ്ങളെ മനസ്സിലുണ്ടാവണം. അതുപോലെ ഫ്രഞ്ച് സെറ്റിൽമെന്റ് ആയിട്ടുള്ള പോണ്ടിച്ചേരിയിൽ നിന്നും ഫ്രഞ്ചുകാർ വിട്ടുപോയില്ലേ. നമ്മൾ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചിരുന്നു. ഏത് വർഷമായിരുന്നു? ഓർക്കുന്നവർ കമന്റ് ചെയ്തേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് പോണ്ടിച്ചേരിയിൽ നിന്നും ഫ്രഞ്ചുകാർ ഇവിടുന്ന് പോയതില്ലേ. അപ്പോ ഈ പറയുന്ന രൂപത്തിലുള്ള പ്രദേശങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്ത് മറ്റുള്ളവരുടെ കയ്യിലുള്ള ഭൂപ്രദേശങ്ങളൊക്കെ ഇന്ത്യ മഹാരാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വകുപ്പ് 2 പ്രകാരം പാർലമെന്റിന്റെ പ്രത്യേക അധികാരം ആ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാമാണ് അവിടെ പരാമർശിക്കുന്നത്. അപ്പോ നിയമം മൂലം സംസ്ഥാനം രൂപീകരിക്കുകയാണ്. അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ് ആണ്. അപ്പൊ അത് ഒറ്റ വാക്കിൽ ഇംഗ്ലീഷ് നമുക്ക് പറയാം, അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ എന്ന് മാത്രം ചുരുക്കി ചിന്തിക്കുക. നോക്കൂ, ആർട്ടിക്കിൾ 3 ഇവിടെ സെയിം കാര്യം തന്നെയാണ്. ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ് ആണ്. അവിടെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാരാജ്യത്തിനകത്തുള്ള ഒരു ഉദാഹരണം എടുക്കാം അല്ലെ. ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം വലിയൊരു സംസ്ഥാനമായിരുന്നു. അത് വിഭജിച്ചുകൊണ്ട് 2 സംസ്ഥാനമായിട്ട് മാറിയില്ലേ. തെലുങ്കാന എന്ന് പറഞ്ഞൊരു പുതിയ സ്റ്റേറ്റ് വന്നു. അപ്പൊ അത് പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കീഴിൽ നിന്ന് നമുക്ക് കിട്ടിയതാണോ? അല്ല. ഇന്ത്യൻ ഭൂപ്രദേശത്തിന് പുറത്തുള്ള ഒരു ഭാഗമാണോ? അല്ല. നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെയുള്ള സ്റ്റേറ്റ് ആണ്. പക്ഷെ നമ്മൾ പുതുതായിട്ടൊരു സ്റ്റേറ്റ് രൂപീകരിക്കുകയാണ് അല്ലെ, ഒരു സ്റ്റേറ്റ് വിഭജിച്ചുകൊണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വരിക ആർട്ടിക്കിൾ 3 പ്രകാരമാണ്. അതാണ് ആർട്ടിക്കിൾ 3 പരാമർശിക്കുന്നത്. ഇപ്പം ക്ലിയർ ആയല്ലോ. നോക്കൂ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ഭൂപ്രദേശത്തെ വേർപെടുത്തുകയോ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളെയോ സംസ്ഥാന ഭാഗങ്ങളെയോ സംയോജിപ്പിച്ചോ ഒരു പുതിയ സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ രൂപീകരിക്കാവുന്നതാണ്. അതാണ് ആർട്ടിക്കിൾ 3-ൽ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ വിശദമായിട്ട് ബൈഹാർട്ട് ചെയ്യേണ്ട. നിങ്ങൾ ആ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക കേട്ടോ. LGS-നാണെങ്കിലും LDC-ക്കാണെങ്കിലും ഏത് പരീക്ഷയ്ക്കാണെങ്കിലും കൺസെപ്റ്റ് നിങ്ങൾക്ക് കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഭരണഘടന ഇഷ്ടപ്പെട്ട് പഠിക്കണം. നോക്കൂ, അടുത്ത പറയുന്ന പോയിന്റ് എന്താണ്? ഏതൊരു സംസ്ഥാനത്തിന്റെയും കേന്ദ്രഭരണ പ്രദേശത്തിന്റെ വിസ്തീർണത്തിൽ മാറ്റം വരുത്തുക, അതുപോലെ അത് വിസ്തീർണം കുറയ്ക്കുക, കൂട്ടുക, അതുപോലെ തന്നെ അതിർത്തികളിൽ മാറ്റം വരുത്തുക, പേര് മാറ്റുക. കേരളത്തിന്റെ പേര് നാളെ എന്താക്കാൻ പോവുകയാണെന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു എന്താണ് മലയാളിക്കര എന്നാക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അല്ലെ. മലയാളിക്കര എന്നാക്കുക, കേരളം എന്ന് മാറ്റിയിട്ട് അങ്ങനെ ആക്കി മാറ്റുക. എന്താണ്? ആർട്ടിക്കിൾ 3 പ്രകാരം അത് ഇന്ത്യൻ പാർലമെന്റ് ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ആർട്ടിക്കിൾ 3 പ്രകാരമാണ് അങ്ങനെ മാറ്റാൻ പറ്റുക എന്ന് നിങ്ങൾ ചിന്തിക്കുക. നോക്കൂ, അപ്പൊ ഏതൊരു സംസ്ഥാനത്തിന്റെയും കേന്ദ്രഭരണ പ്രദേശത്തിന്റെയും വിസ്തീർണം വർദ്ധിപ്പിക്കാനും ചുരുക്കാനും അതിരുകൾ മാറ്റുന്നതിനും പേര് മാറ്റുന്നതിനും പാർലമെന്റിന് അധികാരമുണ്ട്. അവിടെ 2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ പറയുന്ന മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നടപടി അങ്ങനെ ചെയ്യുന്ന സമയത്ത്, പാർലമെന്റ് ചെയ്യുന്ന സമയത്ത് രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ ശുപാർശയിന്മേൽ മാത്രമേ പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കാൻ പാടുള്ളൂ. മറ്റുള്ള ബില്ലുകൾ പോലെ അല്ലെ മറ്റുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന പോലെ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യരുത്. അതിന് ചില മാനദണ്ഡങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 3 പറയുന്നു, നോക്കൂ കൂട്ടുകാരെ, എന്താണ്? ഇത്തരത്തിൽ നമ്മളിപ്പോ ഒരു പുതിയ സംസ്ഥാനത്തിന്റെ പേര് മാറ്റുക, അതിർത്തി തർക്കങ്ങൾ അല്ലെങ്കിൽ പുതിയ സംസ്ഥാനം രൂപീകരിക്കുക, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബില്ല് രാഷ്ട്രപതിയുടെ ശുപാർശയിന്മേൽ മാത്രമേ പാർലമെന്റിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ ആ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നോക്കൂ, നമ്മളിപ്പോ ഒരു സംസ്ഥാനം എടുക്കുന്നു. നേരത്തെ പറഞ്ഞ ആന്ധ്രാപ്രദേശ് ആണെന്ന് കരുതുക. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് മറ്റൊരു സംസ്ഥാനം രൂപീകരിക്കാൻ പോകുന്ന വേളയിൽ
ആ ആന്ധ്ര സംസ്ഥാനത്തിന്റെ ഒരു താല്പര്യം അവരെ കൂടി നമ്മൾ പരിഗണിക്കണം എന്ന് കൃത്യമായിട്ട് ഭരണഘടന പറയുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതും ആർട്ടിക്കിൾ 3 തന്നെയാണ് പറയുന്നത്. അപ്പോ ഇങ്ങനെ ചെയ്യുന്ന നടപടി ചെയ്യുന്ന സമയത്ത് അത് ബാധിക്കുന്ന സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം കൂടി ഈ ബില്ല് രാഷ്ട്രപതി റെഫർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പൊ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്തുത ബില്ല് രാഷ്ട്രപതി ഒന്ന് റെഫർ ചെയ്യണം. എന്നിട്ട് ആ നിയമസഭയുടെ കാര്യങ്ങളൊക്കെ അവർ കേട്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ആയിരിക്കും അതിന്റെ നടപടികൾ കേട്ടോ. അങ്ങനെ ഈ റെഫറൻസുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, ഒരു സമയമൊക്കെ കൊടുക്കും ഇങ്ങനെ സ്റ്റേറ്റിന് അതിന് അഭിപ്രായം പറയാനും അവരുടെ കാര്യങ്ങളൊക്കെ വെക്കാനും. അപ്പൊ അത് ശേഷം ആ ഒരു അഭിപ്രായ പരിധിക്ക് ശേഷം സമയ പരിധിക്ക് ശേഷവും അവരെന്ത് ചെയ്യാം, അവര് അതിന് അഭിപ്രായം ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ എതിര് പറയുകയൊക്കെ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാം. അതുകൂടി നിങ്ങൾ കൂട്ടി വായിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയട്ടെ. എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 പോയിന്റുകൾ ഇതൊക്കെയാണ്. ആർട്ടിക്കിൾ 2 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ, അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ് ആണ്. ഇവിടെ നോക്കൂ 3ലേക്ക് വരുമ്പോൾ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ് ആണ്. ആ ഫോർമേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അത് വെറും രൂപീകരണം മാത്രമല്ല, അതിർത്തികള് അല്ലെ, വിസ്തീർണം, അതുപോലെ തന്നെ പേര്, ഇതൊക്കെ വരും. അങ്ങനെ ചെയ്യുമ്പം രാഷ്ട്രപതിയുടെ എന്താ പറയുക അനുമതി, ശുപാർശ അതോടുകൂടി മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. അത് കൂടാതെ ആ ഒരു ബാധിക്കുന്ന സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണോ, ആ കേന്ദ്രഭരണ പ്രദേശം ഞാൻ പറയുന്നില്ല, സംസ്ഥാനം, കാരണം അതിനകത്ത് കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടില്ല. പിന്നീട് ഒരു കേസിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി വിധിയുണ്ട്, നമുക്ക് അവസാനം പറയാം. അപ്പോൾ സംസ്ഥാനങ്ങൾ, അപ്പൊ ഏതാണോ സംസ്ഥാനം ബാധിക്കുന്ന ആ സംസ്ഥാനത്തിന്റെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ കൂടി കാര്യങ്ങൾ പരിഗണിക്കണം. അത് പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവർക്കൊരു സമയപരിധി കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യാം, ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കാം. അവര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കാം എന്നാണ് അതിന്റെ രത്ന ചുരുക്കം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇവിടെ പാർലമെന്റിൽ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുകയാണെന്ന് കരുതുക. അവിടെ പാർലമെന്റിന് ആവശ്യമായ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമാണ്. കേവല ഭൂരിപക്ഷമാണെന്ന് ആലോചിച്ച് വെക്കണം. 2014 ജൂൺ 2 ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്താണ്. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചു അല്ലെ. ഇത് ആർട്ടിക്കിൾ 3 പ്രകാരം നമ്മൾ ഈ പറഞ്ഞ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് 2014 ജൂൺ 2 പഠിച്ചോളേ. ജൂൺ 2 തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത്. അങ്ങനെ 29 സംസ്ഥാനം ഉണ്ടായിരുന്നു. പിന്നീട് ജമ്മു കാശ്മീർ, നമ്മുടെ കാശ്മീർ എന്നും ലഡാക്ക് എന്നും വിഭജിച്ചതിന്റെ ഭാഗമായിട്ട് 2 കേന്ദ്രഭരണ പ്രദേശമായല്ലോ. ഇപ്പം വീണ്ടും 28 സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇന്ത്യയിലുള്ളത്, നിങ്ങൾക്കറിയാം. ഓക്കെ. ഇനി അനുച്ഛേദം 4 പ്രത്യേകിച്ച് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ഒന്നുമല്ല. 2ന്റെയും 3ന്റെയും നടപടിക്രമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. 1-ാമത്തെയും 4-ാമത്തെയും പട്ടികയില് ഭേദഗതി വരുത്താമെന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചാല് നമ്മൾ ഈ പറഞ്ഞ 2ഉം 3ന്റെയും ഭാഗമായിട്ട് ഒരു പുതിയ സ്റ്റേറ്റ് വരികയാണ്. നമ്മൾ ഓൾറെഡി പട്ടികയിൽ 28 സംസ്ഥാനം ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ പട്ടിക 1-ൽ മാറ്റം വരുത്തണ്ടേ ഒരു പുതിയ സംസ്ഥാനം വരുമ്പം? അപ്പൊ പട്ടിക 1, അതുപോലെ തന്നെ പട്ടിക 4. നോക്കൂ, പട്ടിക 4 എന്താണ് നമുക്ക് പഠിക്കാം കേട്ടോ. രാജ്യസഭയുടെ സീറ്റ് വിഭജനമാണ്, നമ്മൾ ഇന്ന് പഠിക്കും. അപ്പൊ അതിലും മാറ്റം വരും. അപ്പൊ ഈ 2 കാര്യങ്ങളും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് എന്നുകൂടി 4-ൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്കൊക്കെ ഉള്ളവര് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു നല്ല നിലവാരം കൂടിയ ചോദ്യമാണ്. അപ്പൊ അനുച്ഛേദം 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റവാക്കിൽ മനസ്സിലാക്കുക, 2ന്റെയും 3ന്റെയും നടപടിക്രമങ്ങളാണ്. ഓക്കെ ആണല്ലോ? അവിടെ ഒന്നുകൂടി എടുത്തു പറയണം, എന്താണ്, പട്ടിക 1-ഉം പട്ടിക 4-ലും ഭേദഗതി വരുത്താവുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനെ കൊണ്ടുവരുന്ന നിയമങ്ങൾ നോക്കൂ കൂട്ടുകാരെ. അനുച്ഛേദം 4-ൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ ഇപ്പം ഒരു പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കുകയാണ് അല്ലെ, അങ്ങനത്തെ ഒരു കാര്യം വരികയാണെന്ന് കരുതുക. അപ്പൊ അത് 368-ാമത് അനുച്ഛേദം നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് കൃത്യമായിട്ട് പഠിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ 368-ാമത് അനുച്ഛേദം അനുസരിച്ചുള്ള ഒരു ഭേദഗതിയായി കണക്കാക്കില്ല. ഇത് ഈ ഭരണഘടനാ ഭേദഗതിയായിട്ടല്ല കണക്കാക്കുക ഈ സംസ്ഥാന രൂപീകരണം എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ് ഈ പറയുന്ന ആർട്ടിക്കിളുകൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഭരണഘടനാ ഭേദഗതിയായിട്ടല്ല കണക്കാക്കുക. ഇതും കൂടി അനുച്ഛേദം 4-ൽ പറയുന്നുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ നോക്കൂ. ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്കാണ് കൂടുതലും ചോദിക്കാൻ സാധ്യത എന്ന് കരുതിയിട്ട് VFA, ബിവറേജ് LD പോലെയുള്ള 10th ലെവൽ യോഗ്യതയുള്ള പരീക്ഷയ്ക്കും ചോദിക്കാം. LGS പോലെയുള്ള പരീക്ഷയ്ക്ക് വളരെ സാധ്യത കുറവാണ്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അടുത്തൊരു ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളുക. LGSകാര് ബെറുബറി കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ബെറുബാരി കേസിലെ നമ്മുടെ ഒരു ആമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയാമ്പിൾ, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്നും ഭാഗമല്ല എന്നും 2 കേസുകളിലെ കേശവാനന്ദ ഭാരതി കേസിൽ എന്ത് പറഞ്ഞു? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന്. എന്നാൽ ബെറുബരി കേസിൽ എന്ത് പറഞ്ഞു? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലടാവേ. അതെ. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ബെറുബരി കേസിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സുപ്രധാന വിധി കൂടി സുപ്രീം കോടതി അന്ന് പുറപ്പെടുവിച്ചിരുന്നു. അത് ഈ പറയുന്ന ഭാഗം 1, 2, 3, 4 നമ്മൾ പഠിക്കുമ്പോൾ ഓർത്തു വെക്കേണ്ടതാണ്. കാരണം ഭാഗം 3 നമ്മൾ പറഞ്ഞിരുന്നു, ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ
നമ്മുടെ രാജ്യത്തുള്ള ഒരു സംസ്ഥാനമായിക്കോട്ടെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമായിക്കോട്ടെ, അത് മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കുക എന്ന് കരുതുക. അങ്ങനെ ഒരു കാര്യം ഈ പറയുന്ന ആർട്ടിക്കിൾ 3 ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാം എന്നുള്ള ഒരു കാര്യം തെറ്റാണ്. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് ബെറുബരി കേസില് ഞാൻ അന്ന് പറഞ്ഞിരുന്നു നിങ്ങളോട്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന്റെ ആ ഒരു അതിർത്തിയിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ബെറുബരി എന്ന് പറയുന്ന പ്രദേശത്തെ കേസ്. അപ്പോ ആ ഒരു കേസിനകത്ത് സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുന്നു. എന്താണ് പറയുന്നത്? സംസ്ഥാനത്തിന്റെ വിസ്തീർണം കുറയ്ക്കാനുള്ള പാർലമെന്റിന്റെ അധികാരം ഒക്കെയാണ്. അത് ഇന്ത്യൻ പ്രദേശം ഒരു വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നതിനെ ഉൾക്കൊള്ളുന്നില്ല. എന്ന് വെച്ചാല് അങ്ങനെ കുറച്ചോ നിങ്ങള്, പക്ഷെ അങ്ങനെ കുറയ്ക്കുമ്പോൾ അത് മറ്റൊരു സംസ്ഥാനത്തിന് ഗുണമാവണം. അതല്ലാതെ നമ്മുടെ ഭൂപ്രദേശം പുറത്തുള്ള രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പാർലമെന്റിന് ഈ ആർട്ടിക്കിൾ 3 ഉപയോഗിച്ച് സാധിക്കില്ല. എങ്ങനെ മാത്രമേ സാധിക്കൂ? 368 അനുച്ഛേദം ഭരണഘടനാ ഭേദഗതിയാണ്. തൊട്ടു മുമ്പിൽ പറഞ്ഞ ഓർക്കുന്നുണ്ടോ നിങ്ങള്? 4ാമത്തെ ആർട്ടിക്കിൾ എന്താ പറഞ്ഞത്? ഇത് ഭരണഘടനാ ഭേദഗതിന്റെ ആവശ്യമില്ല, ഈ ആർട്ടിക്കിൾ ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ബെറുബരി കേസിൽ പറയുന്നു, നിങ്ങൾക്കൊരു പുറത്ത് രാജ്യത്തിന് നമ്മുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കണമെങ്കിൽ അതിന് എന്ത് വേണം? അത് ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കൂ. ഈ ആർട്ടിക്കിൾ 3 ഉപയോഗിച്ച് സാധിക്കില്ല. അതാണ് രത്ന ചുരുക്കം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിലൂടെ മാത്രമേ ഇന്ത്യൻ പ്രദേശം ഒരു വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കൂ. അവിടെ നിങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് അകത്ത് നിന്ന് കേരളത്തിന്റെ കുറച്ച് പ്രദേശം വെട്ടിയിട്ട് തമിഴ്നാട്ടിന് കൊടുക്കാം, തമിഴ്നാടിൻ്റെ കർണാടക കൊടുക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ ഈ പറയുന്ന ഒരു ഭൂപ്രദേശം എന്ത് ചെയ്യാൻ പാടില്ല? സിക്കിമിന്റെ ഒരു ഭാഗം കുറച്ച് എന്ത് ചെയ്യുക, ചൈനക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കാൻ നമുക്ക് ഈ പറയുന്ന ആർട്ടിക്കിൾ 3 ഉപയോഗിച്ച് പറ്റത്തില്ല. അതിന് ഭരണഘടനാ ഭേദഗതി തന്നെ ചെയ്യണം. ഓക്കെ, നോക്കൂ, അടുത്തൊരു കേസ് 1966 കേസാണ്. രാംകിഷോർ സെൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. ഇവിടെ ആർട്ടിക്കിൾ 3 സംസ്ഥാനം എന്നുള്ള പദം അവിടെ നിന്ന് കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള ഒരു പദം കൂടി അവിടെ വരുന്നുണ്ട്. അത് ഉൾപ്പെടില്ല എന്ന് പറയുകയാണ്. കാരണം സ്റ്റേറ്റുകളുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനം എടുക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റിന്റെ നിയമസഭകളുടെ അനുമതിയൊക്കെ വേണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതാ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടില്ല എന്ന്. രാംകിഷോർ സെൻ കേസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വിധിയാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നമ്മുടെ ഈ പറയുന്ന ആർട്ടിക്കിൾ 3 സംസ്ഥാനങ്ങളുടെ അനുമതി വേണം, അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളുടെ അനുമതി വേണം. അവിടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് അത് ബാധകമല്ല. പോണ്ടിച്ചേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ ഒരു നിയമസഭ ഉണ്ടല്ലോ, ഡൽഹി നിയമസഭ ഉണ്ടല്ലോ. ആ ഡൽഹിയുടെയോ പോണ്ടിച്ചേരിയുടെയോ നിയമസഭയുടെ അനുമതി വേണ്ട ആവശ്യമില്ല എന്ന് രാംകിഷോർ സെൻ കേസിൽ പറയുന്നു. അപ്പൊ അത് കേസ് 1966 ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകളുടെ കൂട്ടുകാര്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഴുതാൻ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. ആ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു ഭാഗത്ത് പറയും, നോക്കൂ നിങ്ങൾ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്, അത് ഒന്നും കൂടി സുപ്രീം കോടതി പറയുകയാണ്. ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെന്റിന്റെ അധികാരത്തിൽ എന്തുകൂടി വരുന്നുണ്ട്? സംസ്ഥാനത്തിന്റെയോ കേന്ദ്രഭരണ പ്രദേശത്തിന്റെയോ ഒരു ഭാഗം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനമായിട്ടൊക്കെ സംയോജിപ്പിച്ച് നമുക്ക് എന്താക്കാം? ഒരു പുതിയ സംസ്ഥാനം ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഒരു പുതിയ കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കാം. ഇതിനെല്ലാമുള്ള അധികാരം ആർക്കുണ്ടെന്ന് പറയുന്നു? പാർലമെന്റിന് ഉണ്ടെന്നും കൂടി ഈ ഒരു കേസിൽ പറയുന്നുണ്ട്. ഒരൊറ്റ കേസ് കൂടി നമ്മൾ ഈ പറയുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചു വെക്കണം. അത് മുല്ലപ്പെരിയാർ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫോറം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2006 ഒരു കേസാണ്. ഈ കേസിന്റെ പ്രത്യേകത, ഈ കേസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം സുപ്രീം കോടതി പരിഗണിക്കുകയുണ്ടായി. ആ സമയത്ത് കോടതി കണ്ടത് ഇങ്ങനെയാണ്. നോക്കൂ, ആർട്ടിക്കിൾ 3, ആർട്ടിക്കിൾ 4 ഇവ പ്രകാരം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഭരണഘടനാപരമായിട്ട് പാർലമെന്റിന് അധികാരമുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ആ കാര്യങ്ങൾ, അത്തരത്തിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ പരമോന്നതമാണെന്നും നിയമനിർമ്മാണത്തിന്റെ ഈ ഒരു കാര്യത്തെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്യാൻ ആകില്ല എന്നും കോടതി കൃത്യമായിട്ട് പറയുകയാണ്. എന്ന് വെച്ചാല് നമ്മൾ ഈ പറയുന്ന കേസുകളൊക്കെ നിങ്ങളൊന്ന് രത്ന ചുരുക്കമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. മുല്ലപ്പെരിയാർ എൻവയോൺമെന്റ് കേസിൽ എന്താണ് പറഞ്ഞത്? സംസ്ഥാന പുനഃസംഘടനാ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ അത് പരിശോധിക്കുന്ന വേളയിൽ സുപ്രീം കോടതി പറഞ്ഞാണ്, ഇങ്ങനെ ഒരു പുതിയ സംസ്ഥാനമൊക്കെ രൂപീകരിക്കുക, അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ വിസ്തീർണം കൂട്ടുക, കുറയ്ക്കുക, സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുക, ഇതെല്ലാം ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞത് ബെറുബരി കേസിലായിരുന്നു. വിദേശത്തേക്കുള്ള ഒരു രാജ്യത്തിന് നമ്മുടെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നില്ലേ. പിന്നീട് രാംകിഷോർ സെൻ കേസിൽ എന്താ പറഞ്ഞത്? അതിൽ പറഞ്ഞത് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നതിൽ നിന്നും ഈ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ഇച്ചിരി മാറ്റമുണ്ട്. കേന്ദ്രഭരണ പ്രദേശം ആകുന്ന സമയത്ത് അവിടെ എന്ത് വേണ്ട? നിയമസഭകളുടെ ഒരു പെർമിഷൻ വേണ്ട. അതുകൊണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് എന്ത് ഒഴിവാക്കുന്നുണ്ട്? കേന്ദ്രഭരണ പ്രദേശം. അങ്ങനെ 3 കേസുകൾ നിങ്ങൾ രത്നച്ചുരുക്കമായിട്ട് മനസ്സിലാക്കി വെക്കുക. പഠിക്കാൻ പാടുണ്ടാവും എന്നൊക്കെ തോന്നും. നിങ്ങൾ നോട്ടിലേക്ക് ചുരുക്കി എഴുതിയിട്ട് കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ പറയുന്നു, LGS കാരന് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം കേസുകളൊക്കെ കേട്ടോ സാധാരണ ചോദിക്കാറില്ല. ഇനി നമ്മൾ ഇപ്പൊ ഈ ഒരു കേസ് പറഞ്ഞപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും. നമ്മൾ ഫസൽ അലി കമ്മീഷനെ കുറിച്ചൊക്കെ പഠിച്ച് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പഠിക്കാനുണ്ട്.
അവിടെ എന്താണ് സുപ്രീം കോടതി അന്ന് പരിഗണിച്ച സമയത്ത് നോക്കിയതെന്ന് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ അറിവിലേക്ക് വേണ്ടിയിട്ട് ഡിഗ്രി നിലവാരത്തിൽ പഠിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. നോക്കൂ, സംസ്ഥാന പുനഃസംഘടനാ നിയമത്തില് നമ്മൾ സംസ്ഥാനങ്ങളൊക്കെ നിലവിൽ വന്ന സമയത്തുള്ള ചില കരാറുകളുണ്ട്. അത് നിലവിൽ ഇങ്ങനെ തുടർന്ന് പോകാനായിരുന്നു അവിടെ ആ ഒരു നിയമത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇങ്ങനെ സുപ്രീം കോടതി കൃത്യമായിട്ട് പറയാൻ കാരണം നമ്മുടെ പാർലമെന്റിന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കേസ് നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് 56 സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിനൊന്നും പ്രസക്തിയില്ല. ആർട്ടിക്കിൾ 3 പ്രകാരം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 2 പ്രകാരമൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു, അത്രമാത്രം. ഓക്കെ, ഇവിടെ അടുത്ത് നമ്മൾ നോക്കുന്നത് പട്ടികകളാണ്. പട്ടിക 1ഉം പട്ടിക 4ഉം നമ്മൾ നേരത്തെ പരാമർശിക്കുകയുണ്ടായി. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ്, ഒരു സൈറ്റിൽ നിന്ന്. അപ്പോൾ അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം സാധാരണ PSC പഠിക്കുന്ന ഒരുവിധം കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും പല കോഡാക്കി ഇത് പഠിക്കാറുണ്ട്. പൊതുവെ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു കോഡാണ് TS ഓഫ് ഓൾഡ് PM അല്ലെ. ഇതിന്റെ ഓരോ അക്ഷരങ്ങൾ എടുത്തിട്ട് നമ്മൾ പട്ടികകൾ 12 പട്ടികകൾ പാട്ടുപാടി പഠിക്കാറുണ്ട്. T എന്ന് പറയുന്ന സമയത്ത് ടെറിട്ടറീസ് എന്ന് പറയും, യൂണിയൻ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. E എന്ന് പറയുമ്പോൾ എമോളുമെന്റ്സ് ആണ് അല്ലെ, ശമ്പളങ്ങൾ, ആനുകൂല്യങ്ങൾ, അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അഫ്രിമേഷൻ, ഓത്തിനെ കുറിച്ച് പറയുന്നു. R രാജ്യസഭയെ കുറിച്ച്, S ഷെഡ്യൂൾഡ് ഏരിയാസ് അല്ലെ. അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അവസാനം ഒന്നുകൂടി ഞാൻ റിവിഷൻ ചെയ്യും. ആദ്യം നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് പഠിക്കാം. ഓക്കെ, എന്നിട്ട് അവസാനം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എന്റെ കൂടെ ഇത് പഠിച്ചു തീർക്കണേ. ഓക്കെ, പട്ടിക 1 നോക്കൂ, ഷെഡ്യൂളുകൾ 12 പട്ടികകൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പട്ടികയിൽ പറയുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ പേരും അവയുടെ പ്രാദേശിക അധികാര പരിധിയുമാണ് പറയുന്നത്. അപ്പൊ പട്ടിക 1 എന്ന് പറയുന്നു പേരും അധികാര പരിധിയും. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേരും അതുപോലെ അവരുടെ വ്യാപ്തിയും കാര്യങ്ങളും പറയുന്നുണ്ട്. അത് രണ്ടും കൂടി ചേർത്ത് മനസ്സിലാക്കണം. അനുച്ഛേദം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ വിശദമാക്കിയിട്ടുള്ള സംഗതികളുടെ വിശദാംശങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. ഞാനൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒന്നുകൂടി എടുത്ത് എഴുതിയെന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഓക്കെ, 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഈ പട്ടികയിലുള്ളത് നിലവിൽ. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ പട്ടിക പഠിച്ചു കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ പട്ടിക നോക്കൂ കൂട്ടുകാരെ, ഉന്നത പദവിയിൽ ഇരിക്കുന്നവരുടെ ശമ്പള വേതന വ്യവസ്ഥകൾ എന്ന് ഞാൻ മലയാളത്തിൽ പലപ്പോഴായിട്ട് നിങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ഓക്കെ, പല ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെയാണ് പറയാറ്. പക്ഷെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നോക്കൂ, ഉന്നത പദവി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കണം. ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾ എഴുതാൻ പോകുന്നവര് ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത്, ഇവിടെ പട്ടികയിൽ ഞാൻ ഈ റെഡ് കളറിൽ കൊടുത്തത് അവയുടെ എന്താണ് ആ പട്ടികയിൽ പരാമർശിക്കുന്നതാണ്. അത് മാത്രം ഒരു LGSകാർ പഠിച്ചു പോയാൽ മതി. എന്നാൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ പരീക്ഷകളെല്ലാം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള പരീക്ഷകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുകൊണ്ട് 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, മെയിൻസ് ചെയ്യുന്നവര് ഓക്കെ, അപ്പൊ നിലവാരം കൂടിയ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന അടിയിൽ ഞാൻ കൊടുത്ത കാര്യങ്ങൾ കൂടി ചോദിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒന്ന് നന്നായിട്ട് മനസ്സിരുത്തി വായിക്കുക, ബൈഹാർട്ട് ചെയ്യണ്ട. നോക്കൂ, ആരൊക്കെയാണ് ഈ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകൾ, അവരുടെ ശമ്പളത്തെ കുറിച്ച്, വേതന വ്യവസ്ഥകളെ കുറിച്ച്, ആനുകൂല്യങ്ങളെ കുറിച്ച് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എമോളുമെന്റ്സ്, അതാണ് പറയുന്നത് പട്ടിക 2 തന്നെ. ഇവിടെ നമ്മള് പട്ടിക 2 കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ പട്ടിക 2 A എന്നും പട്ടിക 2 B എന്നും C എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ പട്ടിക 2 A രാഷ്ട്രപതിയും ഗവർണർമാരെ കുറിച്ചും സംസ്ഥാന ഗവർണർമാരെ കുറിച്ചും അവരുടെ ശമ്പളങ്ങളെ കുറിച്ച് പറയുന്നു. സിയിലേക്ക് വരുമ്പോൾ, B ഇല്ല കേട്ടോ, B നിലവിൽ ഇല്ല. സിയിലേക്ക് വരുന്ന സമയത്ത് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം. കാരണം സ്പീക്കർമാര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോള് വഹിക്കുന്ന ആളുകള്, നമ്മളെ തെരഞ്ഞെടുക്കപ്പെടുന്ന സഭകളിലുള്ള അംഗങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകള് എന്ന് വെച്ചാൽ രാജ്യസഭയായാലും ലോകസഭയായാലും സെയിം ആണ്. നോക്കൂ, ലോകസഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭയിലെ ചെയർമാൻ, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ, 4 പേരായല്ലോ, 4 പേരെ. ഇനി സംസ്ഥാന നിയമസഭയിലെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും. സംസ്ഥാന നിയമസഭ നമ്മുടെ നാടിനകത്ത് നിയമസഭയാണെങ്കിൽ ചില സംസ്ഥാനങ്ങൾ നിങ്ങൾക്കറിയാം രാജ്യസഭയ്ക്ക് സമാനമായ കൗൺസിലുകളുണ്ട് അല്ലെ, നിയമനിർമ്മാണ സമിതികളുണ്ട്. അപ്പൊ അവിടുത്തെ ചെയർമാൻമാരും ഡെപ്യൂട്ടി ചെയർമാൻമാരും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കുക. അപ്പൊ 4 4 8 ആളുകൾ സിയിൽ വരുന്നു. ഇനി പട്ടിക ഡിയില് നോക്കൂ, എയില് രാഷ്ട്രപതിയും ഗവർണറും, ഡിയിൽ വരുന്നത് നമ്മുടെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരാണ്. 4 പേര്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാര്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ ജഡ്ജിമാര്. അപ്പൊ അവരാണ് ഡിയിൽ വരുന്നത്. നോക്കൂ, ഇ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടിയുണ്ട്, അവിടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പൊ ഇത്രയും ആളുകളാണ് ഇന്ത്യയിലെ ഉന്നത പദവി വഹിക്കുന്ന ആളുകൾ എന്ന് നമ്മൾ തൽക്കാലം മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. പട്ടിക 3 സത്യപ്രതിജ്ഞയാണ്. പട്ടിക 3 സത്യപ്രതിജ്ഞ. കേന്ദ്രമന്ത്രിമാർ ശ്രദ്ധിക്കണം, ഇത് ഈ പറയുന്ന അടിയിൽ കൊടുത്തത് ഡിഗ്രി നിലവാരമുള്ളവർ ശ്രദ്ധിക്കണം. കേന്ദ്രമന്ത്രിമാര്, പാർലമെന്റ് അംഗങ്ങള്, സുപ്രീം കോടതി ജഡ്ജിമാര്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആളുകൾ തന്നെ. അവിടെ വരുന്ന എക്സ്ട്രാ ആളുകൾ ആരൊക്കെയാണ്? ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ്. അതിനകത്ത് സംസ്ഥാന മന്ത്രിമാര് വരുന്നുണ്ട്, സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ വരുന്നുണ്ട്, അതുപോലെ ഹൈക്കോടതി ജഡ്ജിമാർ വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ വായിച്ചു നോക്കുക.
അപ്പൊ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലെത്തി ഒന്ന് വായിക്കുക. കേന്ദ്രമന്ത്രിമാര്, സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങള്, സംസ്ഥാന മന്ത്രിമാര്, ഇവരുടെയൊക്കെ സത്യപ്രതിജ്ഞയെ കുറിച്ച് എവിടെയാണ് പറയുന്നത്? പട്ടിക 3 പറയുന്നത്. പട്ടിക 4 പോയി നോക്കൂ, എന്താണ് പറയുന്നത്? രാജ്യസഭയുടെ സീറ്റ് വിഭജനമാണ്. പട്ടിക 1 ഇന്ത്യയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ, ഓക്കെ മനസ്സിലായല്ലോ, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. 2 എന്തായിരുന്നു? ഉന്നത പദവിയിലിരിക്കുന്നവരുടെ ശമ്പള വ്യവസ്ഥകള്. 3 എന്താണ്? അവരുടെ സത്യപ്രതിജ്ഞ, അഫ്രിമേഷൻ അഥവാ ഓത്ത്. ഓക്കെ 4 എന്താണ്? രാജ്യസഭയുടെ സീറ്റ് വിഭജനം. ബൈഹാർട്ട് ചെയ്യണേ, രാജ്യസഭയുടെ സീറ്റ് വിഭജനം. നേരത്തെ പറഞ്ഞിരുന്നു, പുതിയ സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കും, എന്ത് സംഭവിക്കും? രാജ്യസഭയിലും വ്യത്യാസം ഉണ്ടാവില്ലേ സീറ്റുകളിൽ? അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ നോക്കൂ, അനുച്ഛേദം 4(1), അനുച്ഛേദം 82 ഇവ പ്രകാരമാണ് രാജ്യസഭയിലെ സീറ്റുകൾ പ്രസ്താവിക്കുക. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, 4(1) അതുപോലെ തന്നെ അനുച്ഛേദം 82 ഇത് രണ്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം ഡിഗ്രിക്കാര്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള സ്റ്റേറ്റ് ഉത്തർപ്രദേശാണ്. LGS പരീക്ഷയ്ക്കും ചോദിക്കുവേ, 31 സീറ്റുകളാണുള്ളത്. 31 സീറ്റുകളാണുള്ളത്. കേരളത്തിൽ 9 സീറ്റ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കേരളം 9 രാജ്യസഭാ സീറ്റുകളാണുള്ളത്. അപ്പൊ രാജ്യസഭയുടെ സീറ്റ് വിഭജനം കൃത്യമായിട്ട് പഠിക്കുക. പട്ടിക 4. കൂട്ടുകാരെ, പട്ടിക 5 നോക്കൂ. പട്ടിക വിഭാഗ പ്രദേശങ്ങളും പട്ടിക വർഗക്കാരുടെ ഭരണവും നിയന്ത്രണവും, ഈ കാര്യങ്ങളെ സംബന്ധിച്ച വ്യവസ്ഥകളാണ് പട്ടിക 5 വരുന്നത്. പട്ടിക 5 പഠിക്കണം. ഓക്കെ, ഇന്ത്യയിൽ മൊത്തത്തിലുള്ളതാണ്. ഇന്ന പ്രദേശം എന്ന് കൃത്യമായിട്ട്, ഇന്ന സംസ്ഥാനം കൃത്യമായിട്ട് പറയുന്നില്ല. പട്ടിക വിഭാഗ പ്രദേശങ്ങളുടെ അതുപോലെ പട്ടിക വർഗക്കാരുടെ എല്ലാം ഭരണവും നിയന്ത്രണവും കാര്യങ്ങളെല്ലാം 5. എന്നാൽ 6 നോക്കൂ. 6 എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് 4 സംസ്ഥാനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുടെ ഭരണത്തെ കുറിച്ച് പറയുന്നു. ആ 4 സ്റ്റേറ്റ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്നവരായിരിക്കും. ബൈഹാർട്ട് പഠിക്കണ്ടടാ. എങ്ങനെയാണ്? മണിപ്പൂര്, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്. സപ്തസുന്ദരികൾ ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. നമ്മൾ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഇന്ത്യയുടെ മാപ്പ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ നോക്കൂ, ഈ പറയുന്ന സപ്തസുന്ദരികൾ എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു ഭാഗമുണ്ട് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന, നിങ്ങൾ മാപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഫോണിൽ നിന്നിട്ട് നോക്കുക. ബംഗ്ലാദേശിനോട് തൊട്ട് കിടക്കുന്ന ആസാം, മേഘാലയ, അതുപോലെ ത്രിപുര ഏറ്റവും അടിയിൽ നമ്മുടെ ബംഗ്ലാദേശിന്റെ ഉള്ളിലായിട്ട് കയറി കിടക്കുകയാണ്. അതിന് താഴെയായിട്ട് മിസോറാം കാണാം. ഈ ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന 4 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ, അതിൽപ്പെട്ട 4 സ്റ്റേറ്റുകളിലെ ഗോത്ര വിഭാഗങ്ങളുടെ ഭരണത്തെ കുറിച്ചാണ് പട്ടിക 6 പറയുന്നത്. പഠിച്ചല്ലോ. പട്ടിക 7 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നു അല്ലെ. കൺകറന്റ് ലിസ്റ്റ് വരുന്നുണ്ട്, യൂണിയൻ ലിസ്റ്റ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ്. നമുക്ക് വിശദമായിട്ടൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ 7 ലിസ്റ്റ് നോക്കൂ. 5 ഇന്ത്യയിലെ മൊത്തം പട്ടികവർഗ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവും. 6 ഈ പറയുന്ന 4 സംസ്ഥാനങ്ങളുടെ ഗോത്ര പ്രദേശങ്ങളുടെ വിഭാഗങ്ങളുടെ ഭരണത്തെ കുറിച്ച്. 7 ലിസ്റ്റ്. 8 ഭാഷ. അങ്ങനെ തന്നെ പഠിക്കുക. 7 ലിസ്റ്റ്, 8 ഭാഷ. എത്ര ഭാഷകളുണ്ടടാ? എത്ര ഭാഷകളുണ്ട്? 22 ഔദ്യോഗിക ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്. ആ ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് കൃത്യമായിട്ട് എവിടെയുണ്ട്? പട്ടിക 8 അവിടെ ഈ പറയുന്ന 22 ഭാഷകൾ വരുന്നതിന്റെ ഒരു ചരിത്രത്തില് നമ്മൾ ചില പഠിക്കേണ്ട ചില ഭേദഗതികളുണ്ട്. 1967 ഞാൻ എടുത്തു പറയുന്നു, ഡിഗ്രിക്കാര് നോക്കിയാൽ മതി ഈ ഭേദഗതികളെല്ലാം. ഓക്കെ, സിന്ധി എന്ന് പറയുന്ന ഭാഷ 21ാമത് ഭേദഗതിയായിട്ട് 1967 ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അതിനുശേഷം 71ാമത് ഭേദഗതിയായിട്ട് 1992 കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി ഈ 3 ഭാഷകൾ ഉൾപ്പെടുത്തുന്നു. 92 71ാം ഭേദഗതി. ആദ്യം 21ാം ഭേദഗതി ഡിഗ്രിക്കാര് പഠിച്ചോളണം. +2 ലെവൽ എക്സാം എന്നിവർ പഠിച്ചോളണം. നോക്കൂ, 2003 92ാമത് ഭേദഗതിയിലൂടെ ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താലി ഈ പറയുന്ന 4 ഭാഷകൾ കൂടി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന 2003 കൂട്ടിച്ചേർക്കുന്നു. പഠിച്ചു വെക്കണം. ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താലി ഒരുപാട് തവണ PS ചോദിച്ചിട്ടുണ്ട്. 2011 96ാമത് ഭേദഗതിയിലൂടെ ഒറിയ എന്നത് മാറ്റിയിട്ട് ഒഡിയ എന്നാക്കി മാറ്റും. അതൊന്ന് ശ്രദ്ധിക്കണേ. അവിടെ എന്താണ് പറയുന്നത്? ആ പറയുന്ന ഒരു പുതിയ ഭാഷ ആഡ് ചെയ്യുകയല്ല, നിലവിലുള്ള ഭാഷയുടെ പേരൊന്ന് മാറ്റുന്നു. ആ സംസ്ഥാനത്തിലെ പേര് മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തിനു കൂടി ചെയ്യുന്നു? പട്ടിക 8 ഭാഷയുടെ പേര് മാറ്റിയിട്ട് ഒറിയ എന്ന ഭാഷ മാറ്റിയിട്ട് ഇപ്പൊ ഒഡിയയാണ് കേട്ടോ. അപ്പോ അത് 96ാമത് ഭേദഗതി 2011. ഇത്രയും ഭേദഗതികൾ ഈ പട്ടികയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോ 21ാം ഭേദഗതി, 71ാം ഭേദഗതി, 92ാം ഭേദഗതി, 96ാം ഭേദഗതി. നല്ല നിലവാരം കൂടിയ പരീക്ഷകൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ചോദ്യമായിട്ട് പല രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഭേദഗതികൾ പഠിക്കാനില്ല എന്ന് കരുതി നമ്മൾ ഒഴിവാക്കണ്ട. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. പട്ടിക 9 നോക്കൂ. ഭൂപരിഷ്കരണമാണ്. ഭൂപരിഷ്കരണ നിയമം
അപ്പൊ 7 ലിസ്റ്റ് 8 ഭാഷ 9 ഭൂപരിഷ്കരണം. പാട്ട് പറഞ്ഞേ, 7 ലിസ്റ്റ് 8 ഭാഷ 9 ഭൂപരിഷ്കരണം. അങ്ങനെയൊക്കെ പാട്ട് പാടിക്കോ. അപ്പൊ 9 ഭൂപരിഷ്കരണമാണ്. അപ്പൊ ഈ റെഡ് കളറിൽ കൊടുത്ത ഹെഡിങ് മാത്രം LGS പഠിച്ചാൽ മതി. 1951 നമുക്കറിയാം ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി നടക്കുന്നു. 50 ഭരണഘടന നിലവിൽ വരുന്നു, 51 ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി നടക്കുന്നു. ആ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭൂപരിഷ്കരണ നിയമങ്ങളിലെ 9ാമത് പട്ടികയിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? 50 നിലവിൽ വന്നപ്പോ 8 പട്ടികയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, 8 പട്ടികയല്ലടാ ഉള്ളത്. അതെ. അപ്പൊ തൊട്ടടുത്ത വർഷം 51 ആദ്യ ഭേദഗതി കൊണ്ടുവന്ന് എന്താണ്? 9ാമതൊരു പട്ടിക കൂട്ടിച്ചേർത്തു. അതാണ് ഭൂപരിഷ്കരണ നിയമം. ക്ലിയർ ആണോ? നോക്കൂ, 10 കൂറുമാറ്റമാണ് അല്ലെ? കൂറുമാറ്റം നമുക്ക് ഇപ്പോൾ സുപരിചിതമാണ്. പല പാർട്ടികളിൽ നിന്നും ജയിച്ചവര് എന്താണ് മറ്റുള്ള പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂറുമാറ്റത്തിന്റെ ഭാഗമായിട്ട് വരും, അവരുടെ യോഗ്യത ഇല്ലാതാവൂലേ? അപ്പൊ കൂറുമാറ്റ കാരണത്തിന്മേലുള്ള അയോഗ്യത സംബന്ധിച്ച വ്യവസ്ഥകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് 10ാമത്തെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. LGSനും LDCക്കും ഇനി ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കും. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഭേദഗതി. 52ാമത് ഭേദഗതി പഠിച്ചോളണം. 1 മാർക്ക് അവിടെ കിട്ടും, ഉറപ്പിച്ചോ. 1985 ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഭേദഗതികൾ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഭേദഗതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 51 ഒന്നാം ഭേദഗതി നിങ്ങൾ പഠിച്ചു. ഇനി 1985 52ാമത് ഭേദഗതി. 52ാമത് ഭേദഗതി 5x2 10, പട്ടിക 10 കൂട്ടിച്ചേർത്തു. അതാണ് 5x2 അല്ലെ, ഗുണിച്ചു കഴിഞ്ഞാൽ 10. അപ്പൊ 10ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്താണ് 52ാമത് ഭേദഗതി. 52ാം ഭേദഗതി 1985 കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നു. അവിടെ ഒരു ചോദ്യം ഇതാണ്, കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി. പ്രീവിയസ് ക്വസ്റ്റൻ ആണ് PSCയുടെ. അവിടെ ബാലകൃഷ്ണ പിള്ളയും ലാൽ ദുഹോമയും TP ഗെയ്താനും കമലാപതി ത്രിപാഠി എന്നൊക്കെ ഉണ്ട്. ഉത്തരം എന്താണ്? ഉത്തരം ഞാൻ തന്നെ പറയാം, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയവർ കമന്റ് ചെയ്യണേ. ലാൽ ദുഹോമയാണ്, ലാൽ ദുഹോമയാണ്. ഇനി പട്ടിക 11 പട്ടിക 12 ഒരുമിച്ച് പഠിക്കുക. എപ്പോഴും നമ്മുടെ പഞ്ചായത്ത് വന്നാൽ ഒപ്പം തന്നെ ഭരണഘടന പഠിക്കും. നിങ്ങൾക്കറിയാം മുനിസിപ്പാലിറ്റി കയറി വരാറുണ്ട് അല്ലെ? 11 പഞ്ചായത്ത് 12 മുനിസിപ്പാലിറ്റി പഠിച്ചോ. 73ാമത് ഭേദഗതി. ഈ ഭേദഗതിയും ഇമ്പോർട്ടന്റ് ആണ്. 1992 പാർലമെന്റിൽ പാസ്സാക്കുന്നത്. 1992 74ാമത് ഭേദഗതിയും പാർലമെന്റിൽ പാസ്സാക്കുന്നത്. നോക്കൂ, 73ാം ഭേദഗതിയുടെ ഭാഗമായിട്ട് പഞ്ചായത്തിന്റെ അധികാരങ്ങളെ കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പട്ടിക 11 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പട്ടിക 12 മുനിസിപ്പാലിറ്റിയുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പട്ടിക 11 പഞ്ചായത്തിന്റെ അധികാരങ്ങൾ ഉൾപ്പെടുത്തുന്നു, പട്ടിക 12 മുനിസിപ്പാലിറ്റിയുടെ അധികാരവും ഉത്തരവാദിത്വം ഉൾപ്പെടുന്നു. കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പോ ഒരിക്കൽ കൂടി ഞാൻ പട്ടികകളൊന്ന് പറയാം, നിങ്ങൾ പെട്ടെന്ന് മനസ്സിൽ കിട്ടുന്നുണ്ടോ നോക്കിയേ. ഒരു LGS നിലവാരത്തിൽ ഈ 12 എണ്ണത്തിന്റെ പേര് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി തൽക്കാലത്തേക്ക്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒന്നാമത് എന്തായിരുന്നു? ഒന്നാമത് ടെറിട്ടറീസിലെ കേന്ദ്രവും കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചും. രണ്ടെന്താണ് പറഞ്ഞത്? ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകൾ, ഓർമ്മയില്ലേ ആളുകളെ കുറിച്ച്? യെസ്, അവരുടെ ശമ്പള വേതന വ്യവസ്ഥകളെ, എമോളുമെന്റ്സ്, ടിയേഴ്സ് ഓഫ് ഓൾഡ് PM, എമോളുമെന്റ്സ്. നോക്കൂ, A എന്ന് പറഞ്ഞാൽ അഫ്രിമേഷൻ, അവരുടെ സത്യപ്രതിജ്ഞ അല്ലെ? അവിടെ കേന്ദ്രമന്ത്രിമാര്, സംസ്ഥാന മന്ത്രിമാര്, സംസ്ഥാന MLA മാര് ഒക്കെ ഓർമ്മ വേണേ. സത്യപ്രതിജ്ഞ. നോക്കൂ, 6 രാജ്യസഭയുടെ സീറ്റ് വിഭജനം. 4ാമത്തതിലെ അപ്പൊ 1, 2, 3, 4 മനസ്സിൽ ഇങ്ങനെ കിട്ടണം. 5ാമത് എന്തായിരുന്നു? 5ാമത്തത് ആലോചിച്ചോക്കെ, 5 മാറും ഒരുമിച്ചല്ലേ ഞാൻ പറഞ്ഞത്. 5 ഈ പറയുന്ന പട്ടിക വിഭാഗ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ, പട്ടിക വർഗക്കാരുടെ ഭരണവും അല്ലെ, ഭരണ നിയന്ത്രണവും ഒക്കെ വരുന്നുണ്ട്. ഇനി നോക്കൂ, 6 വരുന്ന സമയത്ത് കൃത്യമായിട്ട് 4 സംസ്ഥാനങ്ങള്, മേഘാലയ, ആസാം, അതുപോലെ ത്രിപുര, മിസോറാം, ഈ 4 സ്റ്റേറ്റുകള് ചേർന്ന് നിൽക്കുന്ന, ആലോചിച്ച് നോക്കുക, അവിടുത്തെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണ നിയന്ത്രണം. ഓക്കെ ആണല്ലോ? 7 ലിസ്റ്റ് 8 ഭാഷ 9 ഭൂപരിഷ്കരണം. കിട്ടുന്നുണ്ടോ? 10 കൂറ് മാറ്റം, 11 പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റി. അങ്ങനെയൊക്കെ പാട്ടാക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കുക. 7 ലിസ്റ്റ് 8 ഭാഷ 9 ഭൂപരിഷ്കരണം, 10 കൂറ് മാറ്റം, 11 പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റി. പഞ്ചായത്ത് എടുത്താൽ മുനിസിപ്പാലിറ്റി വരും. അങ്ങനെ ഇത് നിങ്ങൾ പാട്ട് പാടിയിട്ടാണെങ്കിലും 12 പട്ടിക തറവാക്കണം. ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾ ചോദിക്കും. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ചോദ്യം, 3ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഭൂപ്രദേശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ എത്രാം ഷെഡ്യൂളിലാണ്? അപ്പൊ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ്സുകൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയത്. LGSന് വേണ്ടി പ്രത്യേകം ഒരു ക്ലാസ്, യൂണിവേഴ്സിറ്റി അസിന് വേണ്ടി പ്രത്യേക ഒരു ക്ലാസ്, ഡിഗ്രി ലെവൽ, +2 ലെവൽ, അങ്ങനെയൊന്നുമില്ല. ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അപ്പൊ LGSകാരോട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പഠിക്കുക. ബാക്കിയുള്ള എല്ലാവരും എല്ലാം പഠിച്ചോളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.